ഗർഭിണിയായ യുവതിക്ക് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നിന്നും കഴിഞ്ഞ വർഷം മർദ്ദനമേറ്റ സംഭവത്തിൽ അന്നത്തെ SHO ആയിരുന്ന പ്രതാപചന്ദ്രന്റെ സസ്പെൻഷൻ. നിലവിൽ അരൂർ സ്റ്റേഷൻ ഓഫീസറാണ് പ്രതാപചന്ദ്രൻ. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത് അന്വേഷിച്ചെത്തിയ തനിക്ക് മർദ്ദനവും കള്ളക്കേസും നേരിടേണ്ടി വന്നുവെന്ന് ഷൈമോൾ ജനം TVയോട് പ്രതികരിച്ചതിന് തൊട്ടുപിന്നാലെയാണ് നടപടി. കോടതി ഇടപെട്ടതോടെ 2024 ജൂൺ 20-നുള്ള സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയായിരുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനം യുവതി ജനം TVയോട് വ്യക്തമാക്കിയിരുന്നു. പോലീസിന് പരാതി നൽകി, DGPക്ക് പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിവേഗത്തിലുള്ള നടപടിയും ഉണ്ടായിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമുള്ള അതിവേഗ നടപടി എന്ന് പറയുന്നതായിരിക്കും ഉചിതം. കാരണം ഈ സംഭവം നടന്നിട്ട് 1 വർഷത്തിലേറെ സമയമായി. ഈ പരാതി, ഇത് സംബന്ധിച്ചുള്ള പരാതി കൃത്യമായി മുഖ്യമന്ത്രിക്കും DGPക്ക് അടക്കം നൽകിയിട്ടും അത്രയും തന്നെ കാലമായി. പക്ഷേ ഇത്രയും ഇത് സംബന്ധിച്ച് മറ്റൊരു വാദത്തിന് വഴിയില്ലാത്ത വിധം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ SHOക്കെതിരെ, പോലീസുകാരനെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ സംബന്ധിച്ച പരാതി മുന്നിലുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് ലഭിച്ചു, ഈ യുവതിക്ക് ലഭിച്ചു എന്നുള്ളത് മാത്രമാണ്. ഈ CCTV ദൃശ്യങ്ങൾ വകുപ്പിൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വകുപ്പിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവരെ ഈ SHOയെ സംരക്ഷിക്കുകയായിരുന്നു ഇത്രയും കാലം എന്ന് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ അരൂർ SHO ആണ് ഈ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ആൾ. നേരത്തെ കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിനടക്കം ഈ യുവതി തത്സമയം നമ്മോടൊപ്പം ചേർന്നാണ്. അവർ പറയുകയുണ്ടായി, ഷൈമോൾ പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വന്നതാണ് താൻ. അതിൻ്റെ പേരിലാണ് കള്ളക്കേസിൽ കൊടുക്കുകയും ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള അതിക്രമത്തിന് ഇരയാവുകയും ചെയ്തത് എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ തന്നെ പരാതി ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും ഇയാൾക്കെതിരെ, ഈ യുവതിക്കെതിരെ സ്റ്റേഷൻ ആക്രമിച്ചതിനും അതുപോലെ തന്നെ ഈ SHOയെ ആക്രമിച്ചു എന്നും പറഞ്ഞ് കേസെടുക്കുകയാണ് ചെയ്തിരുന്നത്. ആ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷിച്ച് അതിൻ്റെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ആ യുവതി നമ്മോട് പറഞ്ഞത്. ഏതായാലും അത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള കേസുകൾ ഈ യുവതിക്കെതിരെ ചുമത്തുമ്പോൾ ആ CCTV ദൃശ്യങ്ങളൊന്ന് പരിശോധിച്ച് വകുപ്പ് തലത്തിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും അത് ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ ഈ പരാതിക്കാരിക്ക് ലഭിക്കുകയും ചെയ്തത്, അത് മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ യുവതി വെച്ചിരിക്കുന്ന പരാതി ഇക്കാലം അത്രയും പൂഴ്ത്തി വയ്ക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് ഉടൻ തന്നെ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വകുപ്പ് തല അന്വേഷണം കൂടി ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ CCTV ദൃശ്യങ്ങളടക്കം കൺമുന്നിൽ നിൽക്കെ ഇനിയൊരു വകുപ്പ് തല അന്വേഷണത്തിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകുമോ, അതോ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന, ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഈ സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സസ്പെൻഷൻ ഒരു പക്ഷേ ഈ യുവതിയെ ആക്രമിച്ചതിലുള്ള പ്രാഥമികപ്പെട്ട നടപടി എന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഈ യുവതിയെ ബോധപൂർവം സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും അതുപോലെ തന്നെ SHOയെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നടക്കമുള്ള കേസുകൾ ചുമത്തി, കള്ളക്കേസ് ചുമത്തി ഒരു യുവതിക്കെതിരെ കേസെടുത്ത് അടക്കമുള്ള ഗുരുതരമായിട്ടുള്ളൊരു കൃത്യവിലോപം നടത്തി കഴിഞ്ഞിരിക്കുന്നു SHO പ്രതാപചന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് വിശദമായിട്ടുള്ള നടപടികൾ കൂടി ഇതിന് പിന്നാലെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ.